Next program is to check if a number is prime. ഇപ്പോൾ ഒരു നമ്പർ നമ്മൾ ഇൻപുട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് പ്രൈം നമ്പർ ആണോ അല്ലയോ എന്നുള്ളത് ചെക്ക് ചെയ്യാം. ഇതാണ് നമ്മുടെ പ്രോഗ്രാമിൻ്റെ പർപ്പസ്. പ്രൈം നമ്പർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അതിൻ്റെ ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ 1ഉം ആ നമ്പറും മാത്രമായിരിക്കും. എന്ന് പറഞ്ഞാൽ വേറെ ഒരു നമ്പർ കൊണ്ടും നമുക്കതിനെ കംപ്ലീറ്റ്ലി ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ ഡിവിസിബിൾ ആയിരിക്കില്ല. അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യുന്ന പ്രോസസ്സ് എന്താണെന്ന് പറഞ്ഞാൽ ഏത് നമ്പറാണോ നമുക്ക് ചെക്ക് ചെയ്യേണ്ടത് ആ നമ്പർ നമ്മൾ റീഡ് ചെയ്യുന്നു. ഇപ്പോൾ 7 ആണ് നമ്മൾ റീഡ് ചെയ്തതെങ്കിൽ ഇനി നമ്മളറിയാം സ്മോളസ്റ്റ് പ്രൈം എന്ന് പറഞ്ഞാൽ 2 ആണ്. 2 മുതൽ നം/2 വരെയുള്ള എല്ലാ നമ്പേഴ്സും എടുക്കുക. അപ്പം നം/2 എന്ന് പറഞ്ഞാൽ നമുക്ക് ഫ്ലോർ ഡിവിഷനാണ് നമ്മൾ എടുക്കുന്നത്. ഇപ്പം നമ്പർ നമ്മൾ 7 ആണെന്നുണ്ടെങ്കിൽ 7 ഫ്ലോർ ഡിവിഷൻ ബൈ 2 നമുക്ക് എന്ത് കിട്ടും? 3.5 ആണ്. 0.5 കളഞ്ഞ് നമുക്ക് 3 കിട്ടും. അതായത് 2 മുതൽ 3 വരെ, അതായത് 2ഉം 3ഉം ഉപയോഗിച്ച് നമ്മൾ എന്ത് ചെയ്യുക? ഈ 7നെ ഡിവൈഡ് ചെയ്ത് നോക്കുക. ഡിവിസിബിൾ ആണെന്നുണ്ടെങ്കിൽ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റിമൈൻഡർ എന്ത് കിട്ടും? 0 കിട്ടും. അപ്പോൾ ഡിവിസിബിൾ ആണോ അല്ലയോ എന്നുള്ളത് ചെക്ക് ചെയ്ത് നോക്കുക. ഇനി അല്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ മീനിങ് എന്താ? അത് പ്രോപ്പർ ഡിവൈസേഴ്സ് അല്ല. ഡിവൈസേഴ്സ് അല്ല എന്നുണ്ടെങ്കിൽ ആ നമ്പർ പ്രൈം ആയിരിക്കും. അപ്പോൾ അതാണ് നമ്മളുടെ ഒരു ബേസിക് ആയിട്ടുള്ള ലോജിക്ക്. എക്സാമ്പിൾ പറയുമ്പോൾ കുറച്ചുകൂടി ക്ലിയർ ആവും. ഫസ്റ്റ് നമുക്ക് ഏത് നമ്പറാണോ പ്രൈം ആണോ എന്ന് ചെക്ക് ചെയ്യേണ്ടത് ആ നമ്പർ നമ്മൾ റീഡ് ചെയ്യുന്നു. സോ യൂസിങ് ദ ഇൻപുട്ട് ഫംഗ്ഷൻ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് ക്ലോസ് ചെയ്ത് എൻ്റർ ദ നമ്പർ. നമ്പർ എൻ്റർ ചെയ്യാൻ പറഞ്ഞു. ആ റീഡ് ചെയ്ത് സ്ട്രിംഗ് ഫോർമാറ്റിലായിരിക്കും കിട്ടുക. അതിനെ ഇൻ ഫംഗ്ഷൻ ഉപയോഗിച്ചു ഇൻഡിജറാക്കി കൺവേർട്ട് ചെയ്തു. ഇൻഡിൻ്റെ ബ്രാക്കറ്റ് ഇവിടെ ഓപ്പൺഡായി, ഇവിടെ ക്ലോസ്ഡായി. നം എന്ന് പറഞ്ഞ വേരിയബിളിലേക്ക് നമ്മൾ സ്റ്റോർ ചെയ്തു. അപ്പം നമ്മിലേക്ക് നമ്മൾ കൊടുത്തേക്കുന്നത് 7 ആണെന്ന് കരുതുക. അപ്പോൾ റീഡ് ചെയ്ത നമ്പർ 7. സോ ഫസ്റ്റ് നമ്മൾ ചെക്ക് ചെയ്യുന്നത് 7 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1. നമുക്കറിയാം 1 ഈസ് നെയ്തർ പ്രൈം നോർ കോമ്പോസിറ്റ് എന്നാണ് പറയുന്നത്. അപ്പോൾ 1 എന്ന് പറഞ്ഞ നമ്പർ പ്രൈം അല്ല. അപ്പോൾ സ്മോളസ്റ്റ് പ്രൈം എന്ന് പറഞ്ഞാൽ 2 ആണ്. അപ്പോൾ 1ഓ അതിൽ താഴെയുള്ളതാണെങ്കിൽ നമ്മൾ അപ്പം തന്നെ എന്ത് പ്രിൻറ്റ് ചെയ്ത് കാണിക്കും? നോട്ട് പ്രൈം എന്ന് കാണിച്ചു തരും. ഇപ്പോൾ ഈ കേസിൽ ഇപ്പോൾ 7 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 അല്ല. അപ്പോൾ ആ കണ്ടീഷനിലേക്ക് പോകണ്ട. അപ്പോൾ അതിലെ കണ്ടീഷൻ ഫോൾസ് ആയി. നെക്സ്റ്റ് എന്ത് ചെയ്തു? ഈ ഫോൾസ് ആയതുകൊണ്ട് നേരെ എൽസിലേക്ക് എത്തി. എൽസിലെത്തിക്കഴിഞ്ഞാൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഫസ്റ്റ് ഐ ഈക്വൽ ടു 2. ഈ ഐയുടെ പർപ്പസ് എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു നമ്മൾ ഫാക്ടേഴ്സ് എന്തെങ്കിലും ഉണ്ടോ എന്ന് കണ്ടുപിടിക്കാൻ പോവാണ്. അപ്പോൾ ഫാക്ടേഴ്സ് ഉണ്ടോ എന്ന് കണ്ടുപിടിക്കാൻ നോർമലി നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഓപ്ഷൻ 2 മുതൽ, അല്ലെങ്കിൽ സ്മോളസ്റ്റ് പ്രൈം മുതൽ സ്റ്റാർട്ട് ചെയ്യുക. നമുക്ക് ഏത് നമ്പറാണോ ചെക്ക് ചെയ്യേണ്ടത് അതിൻ്റെ തൊട്ട് താഴെ വരെയുള്ള നമ്പർ. അപ്പോൾ 7 ആണ് നമുക്ക് ചെക്ക് ചെയ്യേണ്ടത് എങ്കിൽ 6 വരെ, അതായത് 2 മുതൽ 6 വരെയുള്ള നമ്പേഴ്സ് എടുത്തിട്ട് ഈ 7നെ ഡിവൈഡ് ചെയ്ത് നോക്കാം. അപ്പോൾ ഡിവൈഡ് ചെയ്ത് നോക്കുമ്പം ഏതെങ്കിലും ഒരു ഡിവിഷനിൽ നമുക്ക് ഈക്വൽ ടു 0, റിമൈൻഡർ 0 ആക്കി കിട്ടുകയാണെങ്കിൽ, ഡിവിസിബിൾ ആയിട്ട് കിട്ടുകയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? ആ നമ്പർ അതിൻ്റെ ഫാക്ടറാണ്. ഫാക്ടർ ആണെങ്കിൽ അത് പ്രൈം ആവാൻ യാതൊരു ചാൻസും ഇല്ലല്ലോ. പ്രൈം എല്ലാം നമുക്ക് അപ്പോൾ തന്നെ ഉറച്ച് പറയാൻ പറ്റും. അപ്പോൾ അതാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ പറഞ്ഞു 2 മുതൽ, സ്മോളസ്റ്റ് പ്രൈം മുതൽ നമുക്ക് ഏത് നമ്പറാണോ ചെക്ക് ചെയ്യേണ്ടത് അതിൻ്റെ തൊട്ട് താഴെ വരെയുള്ള നമ്പർ വരെ നമുക്ക് ചെക്ക് ചെയ്യാം. അപ്പോൾ നമ്മുടെ ലൂപ്പ് നമുക്ക് കൊടുക്കുമ്പം 2 മുതൽ ആ നമ്പർ -1 വരെ കൊടുക്കാം. ഇനി ഇത്രയും ചെക്ക് ചെയ്യേണ്ട ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. അതായത് നമ്പറിന് ബൈ 2 വരെ നമുക്ക് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ റിസൾട്ട് ക്ലിയർ ആയിട്ട് കിട്ടും. എന്ന് വെച്ചാൽ നമ്പർ 2നെ കഴിഞ്ഞ് ഗ്രേറ്റർ ആയിട്ടുള്ള ഒരു നമ്പർ കൊണ്ട് നമുക്കതിനെ ഡിവൈഡ് ചെയ്യാൻ എന്തായാലും പറ്റില്ല. സോ നമ്മുടെ ലൂപ്പ് കുറച്ചും കൂടി എളുപ്പം പ്രോസസ്സിങ് നടത്തണം എന്നുണ്ടെങ്കിൽ ലെസ് ദാൻ ഈക്വൽ ടു നം വരെ പോകേണ്ട, പകരം എന്തുവരെ പോയാൽ മതി? നമ്പർ 2 വരെ നമ്മൾ ചെക്ക് ചെയ്താൽ മതി. അപ്പോൾ ഇവിടെ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് നമ്മൾ പറഞ്ഞു ഡിവൈസേഴ്സ് കണ്ടുപിടിക്കാൻ പോവാണ്. ഡിവിസിബിൾ ആയിട്ട് ഏതെങ്കിലും നമ്പേഴ്സ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത്. അപ്പോൾ നമ്മൾ 2 എന്ന് പറഞ്ഞാണ് സ്മോളസ്റ്റ് പ്രൈം എന്ന് പറഞ്ഞു. അവിടെ നിന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ അതുകൊണ്ട് ഐ ഈക്വൽ ടു 2 നമ്മൾ സെറ്റ് ചെയ്തു. 2 കൊണ്ട് 2, 3, 4 അങ്ങനെ ഓരോരോ നമ്പേഴ്സ് എടുത്ത് വേണം നമ്മളുടെ ഒറിജിനൽ നമ്പറിനെ നമ്മൾ ഡിവൈഡ് ചെയ്തിട്ട് റിമൈൻഡർ 0 കിട്ടുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് നോക്കാൻ. അപ്പോൾ ഫസ്റ്റ് നമ്മൾ സ്മോളസ്റ്റ് പ്രൈം എടുത്ത് ഐയിലേക്ക് സെറ്റ് ചെയ്തു. ഇനി നെക്സ്റ്റ് നമ്മൾ ഫ്ലാഗ് ഈക്വൽ ടു 0. ഇപ്പോൾ ഫ്ലാഗ് വാല്യൂവിൻ്റെ പർപ്പസ് എന്ന് വെച്ചാൽ നമുക്കിവിടെ ഒരു പർട്ടിക്കുലർ സിറ്റുവേഷനിൽ ഇപ്പോൾ പ്രൈം ആണ്, അല്ലെ പ്രൈം നമ്പർ ആണെന്ന് നമുക്ക് മനസ്സിലായി. ഇപ്പോൾ ഈ ഫ്ലാഗ് ഈക്വൽ ടു 0 നമ്മൾ അസ്യൂം ചെയ്യുന്നതിൻ്റെ പർപ്പസ് എന്ന് വെച്ചാൽ പ്രൈം ആണെന്നുള്ള അസംഷനിലാണ് ഫ്ലാഗ് ഈക്വൽ ടു 0 നമ്മൾ അസ്യൂം ചെയ്യുന്നത്. ഈ ഫ്ലാഗ് ഈക്വൽ ടു 1 ആണ് എന്ന് പറഞ്ഞാൽ പ്രൈം അല്ല എന്ന് കണ്ടുപിടിക്കുകയാണെങ്കിൽ നമ്മൾ അവിടെ എന്താക്കും? ഈ ഫ്ലാഗ് വാല്യൂ 1 ആക്കി നമ്മൾ സെറ്റ് ചെയ്തിട്ട് നമ്മൾ പുറത്തേക്ക് ഇറങ്ങുന്നു, ലൂപ്പിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാൻ വേണ്ടി. അപ്പോൾ പ്രൈം ആണോ അല്ലയോ എന്നുള്ളത് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി നമ്മളൊരു ടാഗ് പോലെ യൂസ് ചെയ്യുന്നതാണ് ഈ ഫ്ലാഗ് എന്ന് പറഞ്ഞ വാല്യൂ. ഫ്ലാഗിന് ഇപ്പോൾ നമ്മൾ ഇനിഷ്യലി 0 സെറ്റ് ചെയ്തു. അപ്പോൾ 0യുടെ മീനിങ് നമ്മളിപ്പോൾ കൺസിഡർ ചെയ്യുന്നത് ഇനിഷ്യലി പ്രൈം ആണ് എന്നുള്ള ഉദ്ദേശത്തിലാണ് നമ്മൾ തുടങ്ങുന്നത്, എന്ന് അസ്യൂം ചെയ്തിട്ട് നമ്മൾ തുടങ്ങുന്നത്. ഇനി ഞാൻ പറഞ്ഞു നമ്മൾ 2 മുതലുള്ള ഓരോരോ നമ്പേഴ്സ് എടുത്തിട്ട് ഡിവൈഡ് ചെയ്ത് നോക്കണം. അപ്പോൾ എവിടെ വരെ ഡിവൈഡ് ചെയ്യണമെന്നാണ് പറഞ്ഞത്? നമ്പർ 2 വരെ ഡിവൈഡ് ചെയ്താൽ മതി. നമ്പർ വേണമെങ്കിലും നമുക്ക് ചെയ്ത് നോക്കാം, നമ്പർ -1 വരെ വേണമെങ്കിലും ചെയ്ത് നോക്കാം. പക്ഷേ അത്രയും ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്പർ 2 വരെ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് ആ റിസൾട്ട് ക്ലിയർ ആയിട്ട് കിട്ടും. അതുകൊണ്ട് നമ്മൾ ലിമിറ്റ് വാല്യൂ എന്താക്കി സെറ്റ് ചെയ്യുന്നു? നം ഫ്ലോർ ഡിവിഷൻ ബൈ 2. ഇപ്പോൾ നമ്പിൽ നമ്മുടെ വാല്യൂ ഇപ്പോൾ എന്താ ഉള്ളത്? 7 ആണുള്ളത്. അപ്പോൾ 7 ഫ്ലോർ ഡിവിഷൻ ബൈ 2 ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? നോർമൽ ഡിവിഷനിൽ നമുക്ക് 3.5 ആയിരിക്കും കിട്ടുക. ഫ്രാക്ഷണൽ പാർട്ട് ഒഴിവാക്കി കഴിഞ്ഞ് താഴേക്ക് റൗണ്ട് ചെയ്ത് നമുക്ക് 3 ആയിരിക്കും കിട്ടുക. അപ്പോൾ 3 വരെയാണ് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത്. ഇനി വൈൽ ഐ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ലിമിറ്റ്. ഐയിലെ വാല്യൂ ഇപ്പോൾ 2 ആണ്, ലിമിറ്റിലെ വാല്യൂ
3 ആണ്. സോ 2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3 കണ്ടീഷൻ ഈസ് ട്രൂ. നമ്മൾ അതിനുള്ളിൽ എന്താ ചെക്ക് ചെയ്യുന്നത്? ഇഫ് നം മോഡ് ഐ ഈക്വൽ ടു 0. നമ്മിലെ വാല്യൂ എത്രയാണ്? 7 ആണ്. നമ്മൾ റീഡ് ചെയ്ത വാല്യൂ. സോ 7 മോഡ് 2. അപ്പോൾ 7 മോഡ് 2 ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 7നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. കോഷ്യൻ്റ് നമുക്ക് എന്ത് കിട്ടും? 3 കിട്ടും. 3 × 2 6. റിമൈൻഡർ വാല്യൂ ഈക്വൽ ടു 1. അപ്പോൾ നമുക്ക് ഈക്വൽ ടു 0 കിട്ടിയില്ല. കിട്ടിയതിൻ്റെ മീനിങ് എന്താണ്? അതിനോട് ഒരു ഫാക്ടർ കണ്ടുപിടിക്കാൻ പറ്റിയതാണ്. അപ്പോൾ നമുക്ക് 2 എന്ന് പറഞ്ഞ ഫാക്ടർ അല്ല എന്ന് മനസ്സിലായി. അപ്പോൾ ഈ കണ്ടീഷൻ ഈസ് ഈക്വൽ ടു 0 എന്നാണ്. നമുക്ക് 0 കിട്ടിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഇങ്ങോട്ടേക്ക് നമ്മൾ പോകേണ്ട ആവശ്യമില്ല. പകരം നമ്മൾ എന്ത് ചെയ്യുന്നു? നേരെ i പ്ലസ് ഈക്വൽ ടു 1. i പ്ലസ് ഈക്വൽ ടു 1 എന്നാണ് നിങ്ങൾക്കറിയാം. i ഈക്വൽ ടു i പ്ലസ് 1 എന്നാണ് അതിൻ്റെ മീനിങ്. y 2 ആയിരുന്നു. ഒന്ന് ഇൻക്രിമെൻറ്റ് ചെയ്യുന്നതായിട്ട് മാറും. 2 പ്ലസ് 1 ഈക്വൽ ടു 3 ആയിട്ട് മാറും. എന്നിട്ട് വീണ്ടും നെക്സ്റ്റ് നമ്മൾ പോയിട്ട് എന്താ ചെക്ക് ചെയ്യേണ്ടത്? നമ്മുടെ വൈൽ ലൂപ്പിലേക്ക് പോയി. ഇത്രയും പോർഷനാണ് നമ്മളെ വൈൽ ലൂപ്പിനുള്ളിൽ കിടക്കുന്നത്. വൈലിൽ നിന്ന് സ്പേസ് നോക്കിയാൽ മനസ്സിലാവും. ഇവിടെ നമ്മളുണ്ട് ഇൻറ്റൻറ്റ് കൊടുത്തേക്കുന്നത്. ഇവിടെ ഇത്രയും ഇൻറ്റൻറ്റ് ഉണ്ട്, ഇവിടെ ഇൻറ്റൻറ്റ് ഉണ്ട്. ഇനി ഈഫ് കിടക്കുന്നത് ഈ വയലിൽ അതേ ലെവലിലാണ്. സോ അത് വയലിൻ്റെ പുറത്താണ്. അതിൻ്റെ മീനിങ്. അപ്പോൾ ഇത്രയും പോർഷൻസ് ഉള്ളൂ നമ്മുടെ വൈൽ ലൂപ്പിനുള്ളിൽ. അപ്പോൾ ഐ ഒന്ന് ഇൻക്രിമെൻറ്റ് ചെയ്ത് 3 ആയി. വീണ്ടും നമ്മൾ ഇങ്ങോട്ടേക്ക് എത്തി. സോ വൈൽ ഐ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ലിമിറ്റ്. ലിമിറ്റിൻ്റെ കാര്യം നമുക്കറിയാം 3 തന്നെയാണ്. ഐ ഇപ്പം ഇൻക്രിമെൻറ്റ് ചെയ്ത് 3 ആയിട്ടുണ്ട്. 3 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3. കണ്ടീഷൻ എന്താണ്? ട്രൂ ആണ്. അപ്പോൾ നമ്മൾ ഉള്ളിൽ കയറി. ഇഫ് നം മോഡ് ഐ ഈക്വൽ ടു 0. നമ്മിന് ചേഞ്ച് ചെയ്യുന്നില്ല. ദാറ്റ് ഈസ് 7 തന്നെ. ഐ ഇപ്പം എന്താണ്? പക്ഷേ 3 ആണ്. സോ 7 മോഡ് 3 ചെയ്തു. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 7നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് 3 × 2 6 കിട്ടും. റിമൈൻഡർ വാല്യൂ അഗെയിൻ 1 തന്നെയാണ് നമുക്ക് കിട്ടുക. സോ ഇവിടെയും കണ്ടീഷൻ ട്രൂ അല്ല. ട്രൂ ആണെങ്കിൽ മാത്രമേ അങ്ങോട്ടേക്ക് പോവുള്ളൂ. ഈ രണ്ട് സ്റ്റേറ്റ്മെൻറ്റ്സിലേക്ക് പോവുള്ളൂ. അപ്പോൾ വീണ്ടും ഈ രണ്ട് സ്റ്റേറ്റ്മെൻറ്റ്സിലേക്ക് പോവാണ്ട് കണ്ടീഷൻ ഫോൾസ് ആയതുകൊണ്ട് നേരെ ഇവിടെ വന്നു, ഇവിടെ വന്നു. ഐ ഈക്വൽ ടു i പ്ലസ് 1 ചെയ്തു. അപ്പോൾ ഐയുടെ വാല്യൂ 3 ആയിരുന്നു. 3 പ്ലസ് 1 ഈക്വൽ ടു എന്തായിട്ട് മാറി? 4 ആയിട്ട് മാറി. നെക്സ്റ്റ് നമ്മൾ വീണ്ടും വൈൽ ലൂപ്പിലെത്തി. വൈൽ ഐ ഇപ്പോൾ 4 ആണ്. സോ 4 ലെസ് ദാൻ ഈക്വൽ ടു 3 ആണോ നോക്കി. കണ്ടീഷൻ ഫോൾസ് ആണ്. അപ്പോൾ നമ്മൾ പുറത്തിറങ്ങി. വൈലിൻ്റെ പ്രോസസ്സിങ് കഴിഞ്ഞ് പുറത്തിറങ്ങി എന്ത് ചെയ്യുന്നത്? ഈ ഫ്ലാഗ് ഈക്വൽ ടു 0. അപ്പോൾ ഇവിടെ നമ്മൾ ഈ രണ്ട് സ്റ്റേറ്റ്മെൻറ്റ്സ് നമുക്ക് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റിയിട്ടേ ഇല്ല. ചെയ്താലും മാത്രം നമുക്ക് എന്താവുള്ളൂ? ഫ്ലാഗിൻ്റെ വാല്യൂ 1 ആവുള്ളൂ. ഫ്ലാഗ് 1 ആയതിൻ്റെ മീനിങ് എന്താ? പ്രൈം അല്ല എന്നാണ് അർത്ഥം. അതായത് ഒരു ഫാക്ടർ കണ്ടുപിടിച്ചാലേ നമുക്ക് ഈ കണ്ടീഷൻ ട്രൂ ആവുള്ളൂ. ഫാക്ടർ കണ്ടുപിടിക്കാൻ പറ്റുകയാണെങ്കിൽ പ്രൈം അല്ല എന്നാണല്ലോ അതിൻ്റെ മീനിങ്. അപ്പോൾ അന്ന് പ്രൈം അല്ല എന്നുള്ള കേസിലാണ് നമ്മൾ എന്ത് സെറ്റ് ചെയ്യുന്നത്? ഈ ഫ്ലാഗ് ഈക്വൽ ടു 1 ആക്കി നമ്മൾ സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ഈ ഫ്ലാഗ് ഈക്വൽ ടു 0. ഫ്ലാഗ് ഇനിഷ്യലി 0 ആയിരുന്നു. ഇവിടെ പോകാൻ പറ്റാത്തതുകൊണ്ട് അത് മാറിയിട്ടില്ല. അപ്പോൾ 0 തന്നെയാണ്. സോ ദാറ്റ് മീൻസ് പ്രിൻറ്റ് പ്രൈം. അപ്പോൾ അതുകൊണ്ടാണ് 7 പ്രൈം ആണെന്ന് ഇവിടെ പ്രിൻറ്റ് ചെയ്തത്. ഇനി ഫ്ലാഗ് 0 അല്ല എന്നുണ്ടെങ്കിൽ എങ്ങോട്ടേക്ക് പോകും? എൽസിലേക്ക് പോകും. ഫ്ലാഗിൻ്റെ വാല്യൂ 1 ആയിട്ടുണ്ടെങ്കിൽ ഈ എൽസിലായിരിക്കും അത് എത്തുക. എൽസിലെത്തിയ ഇറ്റ് പ്രിൻറ്റ്സ് നോട്ട് പ്രൈം. ഇനി നമുക്ക് പ്രൈം അല്ലാത്തൊരു നമ്പർ വെച്ച് ചെക്ക് ചെയ്യാൻ നോക്കാം. നോട്ട് പ്രൈം എന്ന് ഡിസ്പ്ലേ ചെയ്തു. ഇനിയിപ്പോൾ ഇവിടെ എങ്ങനെയാണ് റൺ ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മൾ റീഡ് ചെയ്തു. നമ്പിൽ എന്തുണ്ട്? നമ്മളുടെ 8 എന്ന് പറഞ്ഞ വാല്യൂ ഉണ്ട്. 8 ലെസ് ദാൻ ഈക്വൽ ടു 1 ആണോ? കണ്ടീഷൻ ഫോൾസ് ആണ്. അപ്പോൾ പ്രൈം ആണ്. അപ്പോൾ ഈ ഒരു പോർഷനിലേക്ക് പ്രിൻറ്റിലേക്ക് പോവുകയില്ല. നേരെ കണ്ടീഷൻ ഫോൾസ് ആയതുകൊണ്ട് ഇവിടെ വന്നു, എൽസിൽ വന്നു. ഐ ഈക്വൽ ടു 2, അതായത് സ്മോളസ്റ്റ് പ്രൈമിൽ മുതൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞു. ഫ്ലാഗിൻ്റെ വാല്യൂ ഇനിഷ്യലി 0 ആക്കി സെറ്റ് ചെയ്തു. ദാറ്റ് മീൻസ് നമ്പർ പ്രൈം ആണ് എന്ന് അസ്യൂം ചെയ്തിട്ടാണ് പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ദെൻ വി ആർ ഫൈൻഡിങ് ദ ലിമിറ്റ്. ലിമിറ്റ് ഈക്വൽ ടു നം ഫ്ലോർ ഡിവിഷൻ ബൈ 2. നമ്മിലെ വാല്യൂ ഇപ്പോൾ എന്താണ്? 8 ആണ്. സോ 8 ഫ്ലോർ ഡിവിഷൻ ബൈ 2 ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടി? 4 ആണ് കിട്ടുക. അപ്പോൾ നമ്മൾ 2 മുതൽ, അതായത് ഐ ഈക്വൽ ടു 2 മുതൽ എവിടെ വരെ ചെക്ക് ചെയ്യണം? 4 വരെ ചെക്ക് ചെയ്യണം. അതായത് 2ഉം 3ഉം 4ഉം എടുത്തിട്ട് ഡിവിഷൻ ചെയ്ത് നോക്കണം. സോ വൈൽ ഐ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ലിമിറ്റ്. ഐയുടെ വാല്യൂ എന്താണ്? 2 ആണ്. ലിമിറ്റിൻ്റെ വാല്യൂ ഇപ്പോൾ എത്ര നമുക്ക് കിട്ടിയത്? നമ്പർ 2 ചെയ്തപ്പം 4 കിട്ടി. സോ 2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 4 വരെ നമുക്ക് പോകണം. അതായത് 2ഉം ചെക്ക് ചെയ്യണം, 3ഉം ചെക്ക് ചെയ്യണം, 4ഉം ചെക്ക് ചെയ്യണം. ഇനി ഇഫ് നം മോഡ് ഐ ഈക്വൽ ടു 0. നമ്മിലെ വാല്യൂ എന്താ? 8 ആണ്. ഐയുടെ വാല്യൂ എന്തായിരുന്നു? 2 ആണ്. 8 മോഡ് 2 ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 4 × 2 ആണ് 8. അറിയാലോ നമുക്ക്. അപ്പം റിമൈൻഡർ വാല്യൂ എന്തായിരിക്കും? 0 കിട്ടും. സോ കണ്ടീഷൻ ഈസ് ട്രൂ. ഈക്വൽ ടു 0 കിട്ടി. 0 കിട്ടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യണമെന്നാണ്? 2 കാര്യങ്ങൾ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഫ്ലാഗ് ഈക്വൽ ടു 1 ആക്കണം, ബ്രേക്ക് ചെയ്യണം. ഫ്ലാഗ് ഈക്വൽ ടു 1 ആക്കുക എന്ന് പറഞ്ഞതിൻ്റെ മീനിങ് എന്താ? നമ്മൾ ഈ ഫ്ലാഗ് ഉപയോഗിച്ചതിന് വേണ്ടിയിട്ടാണ്, നമുക്കൊരു ടാഗ് പോലെയാണ് നമ്മളതിനെ യൂസ് ചെയ്തത്. പ്രൈം ആണെങ്കിൽ ഒരു വാല്യൂ, പ്രൈം അല്ലെങ്കിൽ ഒരു വാല്യൂ. ഫ്ലാഗ് ഈക്വൽ ടു 0 സെറ്റ് ചെയ്തിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. ദാറ്റ് മീൻസ് ഇറ്റ് ഈസ് പ്രൈം എന്ന് അസ്യൂം ചെയ്തിട്ട് നമ്മൾ തുടങ്ങിയത്. ഇപ്പോൾ ഇവിടെ വന്നപ്പോൾ എന്ത് മനസ്സിലായി?
നമുക്കൊരു ഫാക്ടർ കണ്ടുപിടിക്കാൻ പറ്റി. 2ന്റെ ഫാക്ടർ ആണെങ്കിൽ അത് പ്രൈം നമ്പർ ആവില്ലല്ലോ. അപ്പോൾ നമ്മൾ പ്രൈം നമ്പർ അല്ല എന്നുള്ള കേസിൽ ഫ്ലാഗ് ഈക്വൽ ടു 1 ആക്കി സെറ്റ് ചെയ്തു. എന്നിട്ട് ബ്രേക്ക് സ്റ്റേറ്റ്മെൻറ്റ് വിളിച്ചിട്ടുണ്ട്. ഈ ബ്രേക്കിൻ്റെ പർപ്പസ് എന്ന് വെച്ചാൽ നമ്മൾ ഏതെങ്കിലും ലൂപ്പിനുള്ളിൽ നിന്നാണ് നമ്മൾ ബ്രേക്ക് സ്റ്റേറ്റ്മെൻറ്റ്സിനെ വിളിക്കുക. ഈ ബ്രേക്ക് ഏത് ലൂപ്പിനുള്ളിലാണോ ഉള്ളത് ആ ലൂപ്പിൽ നിന്ന് അത് ഇമ്മീഡിയറ്റ്ലി പുറത്തേക്ക് വരും. അതായത് ഇപ്പോൾ വൈൽ എന്ന് പറഞ്ഞ ഈ ലൂപ്പിനുള്ളിലാണ് ഈ ബ്രേക്ക് സ്റ്റേറ്റ്മെൻറ്റ് ഇരിക്കുന്നത്. അപ്പോൾ ഈ ബ്രേക്ക് സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ ഈ വൈലിൽ നിന്ന് നേരെ പുറത്തിറങ്ങി എവിടെ എത്തും? ഇവിടെ എത്തും. അപ്പോൾ 2 ലൂപ്പിനുള്ളിലാണ് ഈ ബ്രേക്ക് കിടക്കുന്നതെങ്കിൽ ഇമ്മീഡിയറ്റ്ലി കിടക്കുന്ന, അതായത് ഫസ്റ്റ് ലൂപ്പ് അതിനുള്ളിൽ സെക്കൻഡ് ലൂപ്പ് അതിനുള്ളിലാണ് ബ്രേക്ക് എങ്കിൽ ആ ഉള്ളിലത്തെ ലൂപ്പിൽ നിന്ന് മാത്രമേ അത് പുറത്തേക്ക് വരുള്ളൂ. അപ്പോൾ ഇമ്മീഡിയറ്റ്ലി ഏത് ലൂപ്പിൻ്റെ ഉള്ളിലാണോ ഈ ബ്രേക്ക് സ്റ്റേറ്റ്മെൻറ്റ് കിടക്കുന്നത് ആ ലൂപ്പിൽ നിന്ന് എക്സിക്യൂഷൻ പുറത്തേക്ക് വരും. അപ്പോൾ ഇവിടെ ഇപ്പോൾ ഈ വയലിൻ്റെ ഉള്ളിൽ ബ്രേക്ക് കാണുമ്പോൾ അല്ലെ ബ്രേക്ക് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക? ഈ വയലിൽ നിന്ന് പുറത്തിറങ്ങി ഇവിടെ എത്തും. ഇവിടെ എത്തിക്കഴിഞ്ഞ് നെക്സ്റ്റ് എന്ത് നോക്കി? അപ്പോൾ 8 mod 2 = 0 ആണ്. അപ്പോൾ ഫ്ലാഗ് ഈക്വൽ ടു 1 ആയിട്ടുണ്ട്. അപ്പം എന്നിട്ടാണ് നമ്മൾ ബ്രേക്ക് ചെയ്ത് വൈൽ ലൂപ്പിൽ നിന്ന് പുറത്തിറങ്ങി ഇവിടെ എത്തി. ഈ ഫ്ലാഗ് ഈക്വൽ ടു 0. ഫ്ലാഗ് 0 ആണോ? ഇവിടെ വെച്ച് നമ്മൾ എന്താക്കിയിട്ടുണ്ട്? ഫ്ലാഗ് 1 ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ കണ്ടീഷൻ ഫോൾസ് ആണ്. അപ്പോൾ നേരെ നമ്മൾ എൽസിൽ വന്നു. എൽസിൽ എന്ത് പ്രിൻറ്റ് ചെയ്തു? പ്രിൻറ്റ്സ് നോട്ട് പ്രൈം. ഇവിടെ ഇപ്പോൾ നമ്മൾ ഫ്ലാഗ് ഈക്വൽ ടു 1 ആണോ എന്ന് ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. എന്തുകൊണ്ട്? ആ ഫ്ലാഗിന് ഇപ്പോൾ 2 വാല്യൂസ് മാത്രമേ നമ്മൾ കൊടുത്തിട്ടുള്ളൂ. 0 ആണെങ്കിൽ പ്രൈം നമ്മൾ അസ്യൂം ചെയ്ത് തുടങ്ങി. അപ്പോൾ അല്ലാണ്ട് 1 വരികയാണെങ്കിൽ എന്തായിരിക്കും? അല്ലാത്തൊരു വാല്യൂ വരുന്ന കേസ് ഇപ്പോൾ 1 മാത്രമേ നമ്മൾ സെറ്റ് ചെയ്യണുള്ളൂ. വേറെ എവിടെയും ഫ്ലാഗ് വാല്യൂസ് നമ്മൾ സെറ്റ് ചെയ്യുന്നില്ല. അപ്പോൾ തുടക്കത്തിൽ 0 സെറ്റ് ചെയ്യുന്നതുകൊണ്ട് 0 ആണെങ്കിൽ പ്രൈം എന്നൊരു അസംപ്ഷൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നു. അപ്പോൾ 0 അല്ലാണ്ട് എന്ത് വന്നാലും അതിൻ്റെ മീനിങ് എന്തുവാണ്? ദാറ്റ് ഈസ് നോട്ട് പ്രൈം. ഇവിടെ ഇപ്പോൾ ഫ്ലാഗിനാകെ 1 വാല്യൂ നമ്മൾ സെറ്റ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ എൽസിൽ ഫ്ലാഗ് ഈക്വൽ ടു 1 ആവുന്ന കേസിൽ എവിടെത്തും? എൽസിലെത്തും. പ്രിൻറ്റ്സ് നോട്ട് പ്രൈം. ഒരു നമ്പറോട് ചെക്ക് ചെയ്ത് നോക്കാം. പ്രൈം. അപ്പോൾ ഈ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ലിമിറ്റ് എന്ന് പറഞ്ഞാൽ ലിമിറ്റിൻ്റെ വാല്യൂ നമ്പർ 2 വരെ മതി എന്നുള്ളത് മാത്രമാണ് ഇവിടെ നമ്മളുടെ എക്സ്ട്രാ അഡ്വാൻറ്റേജ് ആയിട്ട് എടുക്കുന്നുള്ളൂ. നമ്മൾ -1 വരെ വേണമെങ്കിൽ നമുക്ക് ചെക്ക് ചെയ്യാം. അത്രയും ചെക്ക് ചെയ്താലും പ്രത്യേകിച്ച് അഡ്വാൻറ്റേജ് ഒന്നുമില്ല. ഇവിടെ കിട്ടിയ റിസൾട്ട് തന്നെ നമുക്ക് അവിടെയും കിട്ടുള്ളൂ. പക്ഷേ അത്രയും ചെക്ക് ചെയ്യാതെ തന്നെ ഈ പകുതി വരെ ചെക്ക് ചെയ്താൽ തന്നെ നമുക്ക് ആക്യുറേറ്റ് ആയിട്ടുള്ള റിസൾട്ട് കിട്ടും. അതുകൊണ്ടാണ് നമ്പർ 2 വരെയുള്ള ചെക്കിങ് വെച്ച് നമുക്ക് ലിമിറ്റ് നമുക്ക് ഫൈനലൈസ് ചെയ്തിരിക്കുന്നത്.